കുറച്ച് ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആവാത്തതുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ എടുത്ത കാര്യങ്ങൾ കുറച്ച് പ്രിന്റ്എഫ് സ്കാൻഎഫിന്റെ ബേസിക്സ് ഒന്ന് ഫസ്റ്റ് ഒരു 15 മിനിറ്റ് നമ്മൾ അതൊന്ന് എന്താ പറയുക ജസ്റ്റ് അതൊന്ന് എന്താ പറയുക റിവൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവണമല്ലോ, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് പ്രിന്റ്എഫിന്റെ സിൻടാക്സ് ആണ്. പ്രിന്റ്എഫ് നമുക്കൊന്ന് റിവൈസ് ചെയ്യല്ലേ, എന്താ അഭിപ്രായം? ജസ്റ്റ് പ്രിന്റ്എഫ് സ്കാൻഎഫ് ഇഫ് എൽസ് പിന്നെന്താ നമ്മൾ സ്വിച്ചിന് ആവശ്യമില്ല തോന്നുന്നില്ല, ജസ്റ്റ് പറയുന്നുള്ളൂ. ഒരു 15 മിനിറ്റ് ഉണ്ട്. ഓക്കെ ആണോ റിവൈസ് ചെയ്യുന്നത്? യെസ്, ഓക്കെ. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹലോ എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്യാം. ഹലോ എന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചു. അപ്പോൾ ഇതാണ് എന്താ പറയുക പ്രിന്റ്എഫിന്റെ സിൻടാക്സ്. ഇനി പ്രിന്റ്എഫ് നമുക്ക് ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി കോഡ്സ് ഇട്ടിട്ട്. നമ്മളിവിടെ കോമ ഇട്ടിട്ട് വാല്യൂസ് എഴുതുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു വേരിയബിളിന്റെ വാല്യൂ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ ആ പ്രിന്റ് ചെയ്യണമെങ്കിലാണ്. നമുക്ക് ഒരു ക്യാരക്ടർ പ്രിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ %c ഇട്ട് ഇനി അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് കൂടെ എഴുതുന്നു വിചാരിച്ചോ, ഇപ്പൊ ഹലോ അല്ലെങ്കിൽ %c വരെ മതി. അപ്പൊ നമ്മൾ എന്താ അവിടെ എടുക്കണ്ടേ, എന്ന് അടിച്ച്. അപ്പൊ ഈ %c ഉള്ള വാല്യൂ ആണ് നമ്മൾ ഈ കോമന്റെ ശേഷം സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി ഇവിടെ വേറെ വാല്യൂ ഉണ്ട്, ഇനി ഒരു ഇന്റിജർ ഉണ്ടെന്ന് വിചാരിച്ചോ, %d. അപ്പൊ ഇന്റിജറിന്റെ വാല്യൂ നമുക്ക് ഇവിടെ വേരിയബിൾ ഉണ്ടെങ്കിൽ വേരിയബിളിന്റെ പേര് കൊടുക്കാം. ഇനി ഒരു നമ്പർ തന്നെയാണ്, നമുക്ക് ഇവിടെ 56 ആണ് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 56 ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കാരണം എന്താ, ഇതൊരു ഇന്റിജർ വാല്യൂ ആണ്. ജസ്റ്റ് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് അപ്പൊ നമുക്ക് ഹലോ ഈ 56 ആണ്. ഈ എന്താണ്, ഈ എന്റെ വാല്യൂ ആണ്. 56 എന്താണ്, ഈ ഡിന്റെ വാല്യൂ ആണ്. ഓക്കെ അല്ലേ? ഇതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഓർഡറിൽ തന്നെ ഇവിടെയും കൊടുക്കണം എന്നുള്ളൂ വാല്യൂസ്. ഓക്കെ, എന്നുവെച്ചാൽ നമ്മളിവിടെ ഫസ്റ്റ് കൊടുക്കുന്നതിന്റെ വാല്യൂ ഫസ്റ്റ്, സെക്കൻഡ് കൊടുക്കുന്നതിന്റെ വാല്യൂ സെക്കൻഡ്, അങ്ങനെ കൊടുത്തിരിക്കണം. അപ്പൊ നമ്മളിവിടെ കോമ ഇട്ടിട്ട് വാല്യൂ കൊടുക്കേണ്ടത് എപ്പോഴാന്ന് വെച്ചാൽ എപ്പോഴാണ് നമുക്ക് വാല്യൂസ് ഡൈനാമിക് ആയിട്ട് വേരിയബിൾസിന്റെ വാല്യൂസോ അല്ലെങ്കിൽ വേറെ നമ്പേഴ്സോ പ്രിന്റ് ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മൾ പ്രിന്റ്എഫിന് കോമ ഇടേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പ്രിന്റ്എഫ് മാത്രം ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ സ്കാൻഎഫിലോട്ട് പോവാം. സമയമായില്ല തോന്നുന്നില്ല. ഓക്കെ, വലിയ കുഴപ്പമില്ല. ഇനി നമുക്ക് സ്കാൻഎഫിൽ നമ്മൾ ടെക്സ്റ്റ് ഒന്നും എഴുതാൻ പാടില്ല. നമ്മൾ സ്കാൻഎഫിൽ ഇൻപുട്ട് നമ്പർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് സ്കാൻഎഫിൽ എഴുതാൻ പാടില്ല. നമ്പർ ആണെങ്കിൽ നമ്മൾ %d, നമ്മൾ ഓക്കെ ഇവിടെ ക്യാരക്ടർ ഒരു എ മാത്രമേ ഉള്ളൂ. അപ്പോൾ %c ഇൻപുട്ട് ചെയ്യാം. %c, %a. ഇനിയിപ്പോ എന്താ പറയാ, ഇത് രണ്ട് നമ്പർ, ഇതൊരു ഇന്റിജർ ആണെങ്കിൽ ഇവിടെ %d ആവും, ഫ്ലോട്ട് ആണെങ്കിൽ %f ആവും. എന്താ പറയാ, ഫ്ലോട്ട് ആണെങ്കിൽ %f ആവും. ഇനി ഒരു വേർഡ് ആണെങ്കിൽ, ഒരു സ്ട്രിങ് ആണെങ്കിൽ %s ആവും. ഓക്കെ, അപ്പൊ ഇനി രണ്ട് നമ്പർ ഉണ്ടെങ്കിലോ, രണ്ട് ക്യാരക്ടർ ഉണ്ടെങ്കിലോ, രണ്ട് നമ്പർ ഉണ്ടെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിലും മിക്സ്ഡ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെ സിൻടാക്സ്. ഇവിടെ നമുക്ക് %d എഴുതാം. അപ്പൊ ഫസ്റ്റ് ഒരു ക്യാരക്ടർ പിന്നെ ഒരു നമ്പർ, അങ്ങനെയാണ് കേട്ടോ. ഒരു ഇന്റിജർ വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്യൂ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടെന്ന് വിചാരിച്ചോ, നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല, ഇൻഡ് ക്യൂ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കോമട്ട് എഴുതി കൊടുക്കാം. ഇതാണ് സ്കാൻഎഫിന്റെ സിൻടാക്സ്. സ്കാൻഎഫിന് ഇവിടെ ആംപേഴ്സൻഡ് ഉണ്ട്, പ്രിന്റ്എഫിന് ആംപേഴ്സൻഡ് ഇല്ല. ക്ലിയർ അല്ലേ? പിന്നെ സ്കാൻഎഫിന്റെ അത് വേർഡ്സ് ഒന്നും എഴുതാൻ പറ്റില്ല. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നതിന്റെ ഈ ഇന്റിജർ ആണെങ്കിൽ %d, ക്യാരക്ടർ ആണെങ്കിൽ %c, അങ്ങനെ നമ്മൾ എന്താ ഇൻപുട്ട് ചെയ്യുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള % ഉള്ള വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, എത്ര എണ്ണം ഉണ്ട് വെച്ചാൽ അത്ര എണ്ണം നമ്മൾ ഇൻപുട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ പിന്നെ എടുത്ത് ഇഫ് എൽസ് അല്ലേ. അപ്പം ഈ ഓർഡറി 1 ക്വസ്റ്റ്യനിൽ കുറച്ച് എങ്ങനെയാണ് എഴുതിയെന്ന് വെച്ചാൽ ഇഫ് എങ്ങനെ, ഇപ്പൊ എന്നാണ് വേരിയബിൾ എന്ന് വിചാരിച്ചോളെ. അപ്പോൾ n%2 = 0 ആണെങ്കിൽ ഞാൻ ജസ്റ്റ് സ്പീഡ് ഇട്ടാൻ വേണ്ടി ഓടുന്നു മാത്രം എഴുതുന്നുണ്ട്, അല്ല ഇവൺ മാത്രം എഴുതുന്നുണ്ട്. ദിസ് നമ്പർ ഈസ് ഇവൺ അങ്ങനെ എഴുതുന്നില്ല. എൽസ് ഇഫ് കണ്ടീഷനൊക്കെ ഇട്ടിട്ടുണ്ട്. എങ്ങനെ person = 1. ചില ആൾക്കാർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ ഇവിടെ ഇങ്ങനെ not equal to 0 എന്നും ഇട്ടിട്ടുണ്ട്.
ഇവിടെ നമുക്കറിയാം ഒന്നുകിൽ ഇവിടെ സീറോയോ അല്ലെങ്കിൽ ഇവിടെ വണ്ണോയോ വാല്യൂ വരുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ എൽസിഫിന്റെ ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് എൽസ് മാത്രം ഇട്ടാൽ മതി. നമുക്ക് എൽസിഫ് വരുന്ന ആവശ്യങ്ങൾ ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ അസൈൻമെന്റ് 3ക്ക് നമ്മൾ എൽസിഫ് എഴുതേണ്ട ആവശ്യമുണ്ട്. കാരണം എൽസിഫ് ഇട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു കേസിൽ നമുക്ക് എൽസിഫിന്റെ ആവശ്യമില്ല. ഇഫ് എൽസ്, കാരണം ഇവൺ അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഓട് ആയിരിക്കും, അങ്ങനെയാണ് കേസ്. ഓക്കെ, അപ്പോൾ അതാണ് ഇഫിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇഫ് എന്താ പറയാ 0 ആണെങ്കിൽ പ്രിന്റ് ഇവൺ എന്ന് പറഞ്ഞല്ലോ, അത് നമുക്ക് ഇങ്ങനെ എഴുതിയാലും മതി. ഇഫ് എന്താ പറയാ n% 2 = 0 പ്രിന്റ് ഇവൺ. ഈ ഇഫിന് ഒരൊറ്റ ലൈൻ മാത്രമേ ഉള്ളെങ്കിൽ, ഇഫ് ആണെങ്കിൽ ഒറ്റ ലൈൻ മാത്രം എക്സിക്യൂട്ട് ചെയ്യാനുള്ളതെങ്കിൽ നമ്മൾ ഈ കേളി ബ്രേസസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ എൽസിനും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു ലൈനിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം. അപ്പൊ സിംഗിൾ ലൈൻ ആണെങ്കിൽ നമ്മൾ എന്താണ് കൊടുക്കണ്ട, ഈ പ്രിന്റിന് ഇതിന് കൊടുക്കണ്ട. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ലൈനും കൂടെ വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, ഇതിന് കൊടുക്കണം. അപ്പൊ ഒരു ലൈനും കൂടെ വരുന്നുണ്ടെങ്കിൽ 2 ലൈൻ വരുന്നുണ്ടെങ്കിൽ കൊടുക്കണം. ഒറ്റ ലൈൻ ആണെങ്കിൽ കൊടുക്കണ്ട. അത് ഒരു ലൈനുള്ള അപ്പൊ ഇതിന് കൊടുക്കണ്ട. ഓക്കെ, ഈ VHS എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആട്ടോ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്ത് ശീലിക്കണമെങ്കിൽ നിങ്ങൾ കൊടുത്ത് ശീലിച്ചോ. ചിലപ്പോൾ നമുക്ക് ഈ കോഡിന്റെ ലൈൻസിന്റെ എണ്ണമൊക്കെ കുറച്ചാൽ ഒരു ഭംഗിയൊക്കെ തോന്നും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാം. ഇനി ചില കോഡിൽ നിങ്ങൾ ഈ കേളി ബ്രേസസ് കണ്ടിട്ടില്ലെങ്കിൽ ഇതിലെന്തോ എറർ ഉണ്ടല്ലോ, അതെങ്ങനെ ഓക്കെയാന്നൊക്കെ കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഓക്കെ, ഒറ്റ ലൈൻ മാത്രം ഉള്ളെങ്കിൽ നമുക്ക് കോഡ്സ് എന്താ പറയുക കോഡ്സ് ഉപയോഗിക്കേണ്ട, ഈ ബ്രേസസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മൾട്ടിപ്പിൾ ലൈൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബ്രേസസ് യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യം നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാനുണ്ടായിരുന്നു. ഇനി നമുക്ക് സ്വിച്ച്, ഒരു കാര്യം കൂടെ, സ്വിച്ച് എന്തിനാന്ന് യൂസ് ചെയ്യാമെന്ന് നമ്മൾ ഒന്നുകൂടെ പറയാം. സ്വിച്ച് നമ്മൾ കമ്പാരിസൺ എന്ന് വെച്ചാൽ ഈക്വൽ ടു ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്യാനേ ഉപയോഗിക്കുള്ളൂ. ഇപ്പോൾ എന്താ, ഒരു വേരിയബിൾ ഉണ്ട്, ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ പഠിച്ചവർക്ക് ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്ക് എല്ലാവരും മനസ്സിലാക്കണമല്ലോ. അതേപോലെ കേസ് 1 കേസ് 2 എന്ന് കൊടുക്കൽ നിർബന്ധമില്ല കേട്ടോ. നമ്മൾക്കിപ്പോൾ കേസ് 20 കൊടുത്ത്, കേസ് 20 ആണെങ്കിൽ എന്താ, ഒരു കോഡ് ഉണ്ട് ഇവിടെ. ഇപ്പം 20 എഴുതുന്നുണ്ട് ഞാൻ, ജസ്റ്റ് 20 ബ്രേക്ക്. അടുത്ത ലൈന് കേസ് 45 E5. ഇത് കേസ് 1 കേസ് 2 എന്ന് കൊടുക്കണമെന്നല്ല. ഇത് എന്റെ വാല്യൂ 20 ആണോ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുക, എന്റെ വാല്യൂ 45 ആണോ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുക. അങ്ങനെയാണ് അതിന്റെ മീനിങ്. അല്ലാതെ നമ്മൾ കേസ് 1 അപ്പോൾ ഇതിങ്ങനെ ചെയ്യുക, കേസ് 2 അതിൻ്റെ ഉള്ളിൽ വേറെ കണ്ടീഷൻ ഒന്നുമില്ല. കേസ് 20 ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. പറഞ്ഞാൽ A = 20 ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും, A = 45 ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ ഡിഫോൾട്ടിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇത്ര സാധനം ക്ലിയർ അല്ലേ? ജസ്റ്റ് ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആണെന്ന് പറയോ. ക്ലിയർ ആണ്, ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചോളൂ. പിന്നെ നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഒരു സംഭവം കൂടെ, നമ്മൾ ഓഡ് ഓർ ഈവൻ പ്രോബ്ലം തന്നെ ഒന്ന് എടുക്കാം. ഓക്കെ, ഞാൻ ഇത് എന്താ പറയുക ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, ആവശ്യമില്ലല്ലോ. ഒരു ഇന്ത്യ നമ്പർ നമുക്ക് ഓരോ ഓപ്പറേറ്ററും കൂടെ പറയണ്ട, നമ്മൾ എന്താ പറയാ സ്റ്റാൻഡേർഡ് ആക്കാം. ഓക്കെ, അതാണ് നമ്മൾ ടേണറി ഓപ്പറേറ്റർ. ഓക്കെ, ഇഫും സ്വിച്ചും പോലെ തന്നെ ഒരു ഓപ്പറേറ്ററാണ് ടേണറി ഓപ്പറേറ്റർ. നമുക്ക് അതിന്റെ സിന്റാക്സും കൂടെ ഒന്ന് പഠിക്കാം. സിമ്പിൾ ആണ്. പ്രിന്റ് ഓഫ് എൻട്രി നമ്പർ എന്ന് പറയുന്നുണ്ട്. പ്രിന്റ് ഓഫ് എൻട്രി നമ്പർ എന്ന് പറയുന്നുണ്ട്. ഇനി സ്കാൻ ഓഫ് എന്താണ്, ഒരു ഇൻറ്റിജർ ആണ്, %d. ഏതാ വേരിയബിൾ, നം എന്നുള്ള വേരിയബിളിലോട്ടാണ് ഞാൻ ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പോൾ നം എന്നുള്ള വേരിയബിളിലോട്ട് ഞാൻ ഇൻപുട്ട് ചെയ്ത്. ഇനി ഞാൻ സാധാരണ നമ്മൾ ഇഫ് എൽസ് വെച്ചിട്ടാണ് എല്ലാവരും ചെയ്തത്. എന്താണ്, ഇത് ഈക്വൽ ആണോ അല്ലേ എന്ന്. നമുക്ക് ഈ പ്രോഗ്രാം സ്വിച്ച് വെച്ചിട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് അറിയണ്ടേ? സ്വിച്ച് ഇവിടെ എന്താ വാല്യൂ കൊടുക്കാം, n ഇത് കൊടുത്താൽ മതി. ഇതിന്റെ വാല്യൂ എന്താ വരിക ഇവിടെ,
E1. കേസ് എപ്പോ കേസ് 0 ആവുകയാണെങ്കിൽ എൽസ് ആണ്. എൽസ് നമുക്ക് ഡിഫോൾട്ട് നീക്കാൻ മതി. അതല്ലെങ്കിൽ ഡിഫോൾട്ട് എന്ത് ഓട്. ഓക്കെ, ഓട്ടോമാറ്റിക് ആയിട്ട് ഡിഫോൾട്ട് ഓട് വന്നിട്ടുണ്ടായിരുന്നല്ലേ. ഇതിൽ ഡിഫോൾട്ട് ആയിട്ട് ബ്രേക്കിന് അല്ല, ഡിഫോൾട്ടിന് ബ്രേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവര്. നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോറി, ഞാൻ ഇന്ന് കൊടുത്തത് നമ്മാണല്ലോ നമ്മുടെ വേരിയബിളിന്റെ പേര്. D4 എൻ്റർ നമ്പർ ഞാനൊരു 5 ഇൻപുട്ട് ചെയ്തു. ഓടുന്ന് പ്രിന്റ് ചെയ്ത് ജസ്റ്റ് ഞാൻ ഒരു ഈവൻ നമ്പറും കൂടെ അടിച്ച് കാണിച്ചു തരാം. ഒരു 8 ഈവൺ വന്ന് ഈ ഒരു കേസ് നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? ഇതെങ്ങനെയാണ് വരുന്നത് ജസ്റ്റ് കണ്ടോ. സ്വിച്ചിന് നമ്മൾ എന്താ കൊടുക്കുന്നത്? നം ബൈ 2. നമ്മൾ നം ബൈ 2 ഈക്വൽ ടു 0 ആണോ ആണെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഡിഫോൾട്ട് പറഞ്ഞാൽ ഈ കേസ് അല്ല എങ്കിൽ ഇത് പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു സംഭവം നിങ്ങൾക്ക് സ്വിച്ച് വെച്ച് ചെയ്യുന്നത് മനസ്സിലാകും. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നമുക്ക് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്ത സംഭവം എന്ത് ചെയ്യാം, ഇടാം. പിന്നെ ഈ സൈൻ എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ നം എന്നുള്ള വേരിയബിളിനെ ഇതാണ് ജസ്റ്റ് ഇതെന്താ ചെയ്യുക, നം പ്ലസ് 2 ചെയ്യും. സാധാരണ നമ്പർ എന്നുള്ള വാല്യൂവിൽ 2 ആഡ് ചെയ്യും. ഇത് നമ്മന്ന് 2 മൈനസ് ചെയ്യും. അതേപോലെ ഇത് ഈ ആസ്റ്ററിസ്ക് ഇട്ടാല് നമ്മിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇത് ഡിവൈഡ് ചെയ്യും. ഇന്റിജർലി ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 5 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്റിജർ ആണെങ്കിൽ നമുക്ക് 2 എന്നാണ് ആൻസർ കിട്ടുക. എന്ത് നമ്മളെ കോഷ്യന്റ്. നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ഈ ഡെസിമൽ പ്ലേസസ് ഒന്നും ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ കോഷ്യന്റും റിമൈൻഡറും എഴുതി നിർത്തൂലേ, ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുക. കോഷ്യന്റ് ഇവിടെ 2 കിട്ടും, റിമൈൻഡർ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. ആ റിമൈൻഡർ കിട്ടാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. അപ്പൊ പേഴ്സന്റ് യൂസ് ചെയ്താൽ റിമൈൻഡർ കിട്ടും. സ്ലാഷ് യൂസ് ചെയ്താൽ അല്ലെ ഡിവിഷന്റെ സ്ലാഷ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കോഷ്യന്റ് കിട്ടും. അത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ ആണോ? ഈ സ്വിച്ച് വെച്ചിട്ടുള്ള എക്സാമ്പിൾ ക്ലിയർ ആണോ? നിങ്ങൾ കോഡ് നോക്കിക്കോളൂ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയും. അല്ലെ ഞാനിത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യണോ? യെസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണെന്നല്ലേ? എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആണോ? ക്ലിയർ ആണ്. ഓക്കെ, എന്നാൽ നമുക്ക് എന്താ പറയാ, തേർണറി ഓപ്പറേറ്ററും കൂടെ ഒന്ന് നോക്കാം. ഈ സ്വിച്ചിന്റെ കോഡ് ഞാൻ ഇവിടെ കമന്റ് ചെയ്തിടുന്നുണ്ട്. ഇൻ കേസ് ആർക്കെങ്കിലും സോറി അത് പോയി, ഞാൻ ഒന്നുകൂടെ എഴുതി തരുന്നുണ്ട്. ഓക്കെ, എൻ്റെ കീ പ്രസ് ചെയ്ത് മാറിപ്പോയ. ഞാൻ ടേർണറി ഓപ്പറേറ്റർ വെച്ച് ചെയ്യാം. ഓക്കെ, ടേർണറി ഓപ്പറേറ്റർ എങ്ങനെ ഓക്കെ ഓക്കെ ടേർണറി ഓപ്പറേറ്റർ എങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഞാനൊരു ബ്രാക്കറ്റ് ഒക്കെ ഞാനൊരു ഇതിനിടുന്ന കേട്ടോ, ഒരു സുഖത്തിനിടുന്നത്. നം പിന്നെ എഴുതുന്നത് നം. ഓക്കെ, ഈ ഒരു കോഡ് കണ്ടോ?
ഇതാണ് എന്താ പറയാ ternary ഓപ്പറേറ്റർ. ternary ഓപ്പറേറ്ററിന്റെ സിൻടാക്സ് എന്താണെന്ന് വെച്ചാൽ കണ്ടീഷൻ ക്വസ്റ്റ്യൻ മാർക്ക് ട്രൂ ആണെങ്കിൽ ട്രൂ എഴുതുന്നുണ്ട്, ഫാൾസ്. ഇതാണ് സിൻടാക്സ്. ഒരു കണ്ടീഷൻ കൊടുക്കും, അത് ശരിയാണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും, അത് തെറ്റാണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, നമ്മളിവിടെ കണ്ടീഷൻ കൊടുത്തു എന്ത്, നം ഡിവൈഡ് ബൈ നം പേഴ്സൺ 2 എന്ന് പറഞ്ഞാൽ നമ്മിനെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1 ആണെങ്കിൽ ഓടുന്ന് പ്രിന്റ് ചെയ്യുക, 1 അല്ലെങ്കിൽ ഇവണ്ണ് പ്രിന്റ് ചെയ്യുക. ഓക്കെ, കണ്ടീഷൻ കൊടുത്ത് ഈ ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് എഴുതി, കോളൻ ഇട്ട്, ഫാൾസ് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് എഴുതി, സെമി കോളൻ ഇട്ട്. ഈ ഒരു സിൻടാക്സ് ക്ലിയർ ആണോ? എങ്ങനെ വർക്കിംഗ്, അതിന്റെ വർക്കിംഗ് മുകളിലുണ്ട്, ക്ലിയർ ആണോ? ഇതിലൊരു ഓപ്പറേറ്റർ ആണ്. ഇത് നമുക്ക് നെസ്റ്റ് ചെയ്ത് കൊണ്ടുപോകട്ടോ. നമുക്ക് ഇഫ്, നെസ്റ്റഡ് ഇഫ് പഠിച്ചില്ലേ, അതേപോലെ ഇപ്പൊ ട്രൂ ആണെങ്കിൽ ഇതിന്റെ അകത്ത് വേറെ ഒരു കണ്ടീഷൻ ഇതാ ഇവിടെ നമുക്കൊരു ഒരു ജസ്റ്റ് ഒരു സുഖത്തിന് വേണമെങ്കിൽ ഒരു ബ്രാക്കറ്റ് ഇട്ടുണ്ടോ, എന്താ പറയാ കണ്ടീഷൻ ഇട്ട എന്താ പറയാ, എന്നിട്ട് അതിന്റെ ട്രൂ ആണെങ്കിൽ ഇത് ചെയ്യുക, അതിന് ഫാൾസ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇടാം. ഇനി അതിന്റെ ഉള്ളിലും വേണമെങ്കിൽ പിന്നെയും എഴുതി പോവാ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഈ ഒരു സിൻടാക്സ് ക്ലിയർ ആണ്. നമ്മൾ ഇഫിന്റെ ഉള്ളിൽ, ഇഫ് എൽസിന്റെ ഉള്ളിൽ ഇട്ടിട്ട് പോയില്ലേ, അതുപോലെ തന്നെ ഇതിലും ഇട്ടിട്ട് പോവാം, ഉള്ളിലോട്ട് പോവാം. ട്രൂനും ഫാൾസിനും രണ്ടിനും ഉള്ളിലേക്ക് ഇട്ടിട്ട് നെസ്റ്റ് ചെയ്ത് പോവാം. ഈ ഒരു സംഭവം ക്ലിയർ ആണോ എല്ലാവർക്കും? ജസ്റ്റ് ആണെങ്കിൽ ഒന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞോളൂ. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് എന്ന് പറഞ്ഞോളൂ. ഹലോ, കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്നാണോ പേര്? ആയിക്കോട്ടെ, കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന പേരുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യരുത്. ternary ഓപ്പറേറ്റർ എന്നാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പേരുണ്ടാവാം, കുഴപ്പമില്ല, പേരല്ലേ. സംഭവം ക്ലിയർ ആണോ? സിൻടാക്സ് ക്ലിയർ ആണോ? ഹലോ, എല്ലാവരും ഉറങ്ങിയോ? ക്ലിയർ ആണ്, ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ആരും റിപ്ലൈ ഒന്നും തരുന്നില്ല, എല്ലാവരും മയക്കത്തിലാന്ന് തോന്നി. ക്ലിയർ ആണ്, ഓക്കെ 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 എന്നാ ഓക്കെ. ഇതാണ് ternary ഓപ്പറേറ്റർ. അങ്ങനെ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പേരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, കുഴപ്പമില്ല, പേരല്ലേ. നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടീഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞോ, കുഴപ്പമില്ല, തിയറി അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോവാം. നമ്മളൊരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ടായിരുന്നു, എന്ത്, 5 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്തിട്ട് അതിൽ എന്താ പറയാ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ പ്രിന്റ്. അപ്പൊ നമ്മൾ 5 നമ്പർ എങ്ങനെ ഇൻപുട്ട് ചെയ്ത് സ്കാനഫ് ഒക്കെ വിട്ടിട്ട് ഇൻപുട്ട് ചെയ്ത് എന്റെ ഫസ്റ്റ് നമ്പർ, എന്റെ സെക്കൻഡ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്, അതിനുശേഷം രണ്ടും ഒന്നാണ്, യെസ് ഓക്കെ, എന്ന കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്നും പേരുണ്ട്. ക്ലിയർ അല്ലേ പേര് ഹിനാസ്? ഓക്കെ, അപ്പൊ ബാക്ക് ടു ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ 5 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്ത്, അപ്പൊ നമുക്ക് വിചാരിക്കാം നമുക്കൊരു 30 നമ്പർ ഇൻപുട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ 30 നമ്പർ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ എന്താ, 30 പ്രിന്റ് ഓഫ് എന്റർ ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ നേടി അതിനൊക്കെ സ്കാൻ ഓഫ് എഴുതണം. അങ്ങനത്തെ ഒരു കേസ്. അപ്പൊ അത് നമുക്ക് എഴുതാന്ന് വിചാരിക്കാം. ഇനി ഒരു കേസ് വരാണ്, എന്ത്, എത്ര നമ്പറാണ് ഇൻപുട്ട് ചെയ്യേണ്ടതെന്ന് ആദ്യം ചോദിക്കും, എന്നിട്ട് അതിനനുസരിച്ച് നമ്പർ ഇൻപുട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ക്ലിയർ അല്ലേ? എത്ര നമ്പറാണ് ഇൻപുട്ട് ചെയ്യേണ്ടതെന്ന് ആദ്യം ചോദിക്കും, എന്നിട്ട് അത്ര നമ്പർ ഇൻപുട്ട് ചെയ്യണം ആറിലോട്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതെങ്ങനെ ചെയ്യാം? അതിന് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരേ പ്രോസസ്സ് നമുക്ക് റൺ ചെയ്യേണ്ടി വരും. എന്ത്, ഈ ഒരു നമ്മളിപ്പോൾ 5 എന്ന് പറഞ്ഞാൽ 5 പ്രാവശ്യം ഒരു പ്രിന്റ് ഓഫ്, ഒരു സ്കാൻ ഓഫ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കണം. സെയിം കോഡാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരിക. ഓക്കെ, ജസ്റ്റ് ഇൻഡെക്സ് മാത്രം. ഇപ്പൊ നമ്മൾ നല്ലൊരു അറേ ആണെങ്കിൽ
നം ഓഫ് 0, നം ഓഫ് 1, നം ഓഫ് 2, നം ഓഫ് 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറിയാൽ മതി. നിങ്ങൾ പ്രിന്റ് ഓഫ് ഓരോ പ്രിന്റ് ഓഫ് എഴുതിയവർക്ക് മനസ്സിലാവും. സ്കാനഫിൽ ആ ഒരു ജസ്റ്റ് ആ ഒരു ഇൻഡെക്സ് മാത്രമേ മാറുന്നുള്ളൂ. അങ്ങനത്തെ കേസിൽ നമുക്ക് റിപ്പീറ്റഡ് കോഡ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന അവസരത്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ലൂപ്സ് യൂസ് ചെയ്യാം. ലൂപ്സ്. അപ്പം സിയിൽ 3 ടൈപ്പ് ലൂപ്സ് ഉണ്ട്. ഓക്കെ, ബേസിക് ലൂപ്സ് ആണ്. നമുക്ക് ലൂപ്സ് ഉണ്ടാക്കുകയും ചെയ്യാം. ഇഫ് വെച്ചിട്ടും ഗോ ടു ഒക്കെ വെച്ചിട്ട് നമുക്ക് ലൂപ്സ് ഉണ്ടാക്കാം. ഗോ ടു ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇഫ് വെച്ചിട്ട് ഇഫ് ഇതാണെങ്കിൽ മുകളിലോട്ട് പോ, എന്നിട്ട് അതിങ്ങനെ അതൊരു ലൂപ്പാണല്ലോ. ഓക്കെ, അപ്പോൾ സാധാ ലൂപ്സ് ഫോർ ലൂപ്പ്, അതാണ് ഏറ്റവും കോമണും ഏറ്റവും അടിപൊളി ലൂപ്സ്. പ്രോഗ്രാമേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഫോർ ലൂപ്പാണ്. കാരണം ഫോർ ലൂപ്പിന്റെ സിൻടാക്സ് അത്രയും നല്ല ഫ്ലെക്സിബിൾ സിൻടാക്സ് ആണ്. പിന്നെ ഒരു വൈൽ ലൂപ്പ് ഉണ്ട്, പിന്നെ ഒരു ഡു വൈൽ ലൂപ്പ് ഉണ്ട്. ഇതിൽ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും എൻട്രി കൺട്രോൾ ലൂപ്പാണ്. എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, ശരിയാണോ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും, പിന്നെയും പോയി നോക്കും ഇപ്പോൾ കണ്ടീഷൻ ശരിയാണോ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും, പിന്നെയും പോയി നോക്കും ശരിയാണോ, പിന്നെയും എക്സിക്യൂട്ട് ചെയ്യും, ഇനിയും കണ്ടീഷൻ ശരിയാണോ, പിന്നെ എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ തെറ്റാണോ എന്നാൽ ആ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ കണ്ടീഷൻ തെറ്റുന്നവരെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും, ചെക്ക് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും എന്ന് പറയുന്ന ലൂപ്സ് ആണ് എൻട്രി കൺട്രോൾ ലൂപ്പ്. എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ആ ഒരു ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ കണ്ടീഷൻ ശരിയാണോ എന്ന് ചെക്ക് ചെയ്തിരിക്കും എൻട്രി കൺട്രോൾ ലൂപ്സ്. അതിൽ എന്തൊക്കെയാണ്? വൈലും ഫോറും എൻട്രി കൺട്രോൾ ആണ്. അപ്പൊ മറ്റേത് എന്ത്? ഡു വൈൽ ലൂപ്പ് എന്താണ്? അതിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ, ഡു, പിന്നെയാണ് വൈൽ വരുന്നത്. അപ്പൊ ആദ്യം ചെയ്യാം, പിന്നെ കണ്ടീഷൻ ശരിയാണോ നോക്കാം എന്നുള്ളൊരു സാധനം. അതിലൊരു മീമൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ മീം ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ. അപ്പൊ ഡു വൈൽ ലൂപ്പ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഒരു പ്രാവശ്യം ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ കണ്ടീഷൻ നോക്കും ശരിയാണെന്ന്, പിന്നെ കണ്ടീഷൻ ശരിയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പം മറ്റേതൊക്കെ ഫസ്റ്റ് തന്നെ നോക്കും, കണ്ടീഷൻ തെറ്റാണെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. പക്ഷെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് അഥവാ ഡു വൈൽ ലൂപ്പ് കണ്ടീഷൻ ശരിയാണെങ്കിലും തെറ്റായാലും ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ ശരിയാവണം. അതാണ് എൻട്രി കൺട്രോൾ ലൂപ്പിന്റെയും എക്സിറ്റ് കൺട്രോൾ ലൂപ്പിന്റെയും ഒരു തിയറിയിലുള്ള ഡിഫറൻസ്. മനസ്സിലായിട്ടുണ്ടോ? ഈ ഒരു തിയറി മനസ്സിലായോ? എൻട്രി കൺട്രോൾ എന്താണ്, എക്സിറ്റ് കൺട്രോൾ എന്താണെന്ന്? ഓക്കെ, ഒന്നുകൂടി പറയോ? യെസ്, ഒന്നുകൂടെ പറയാം. സിയില് മെയിൻ ആയിട്ട് 3 ടൈപ്പ് ലൂപ്പ് ഉണ്ട്. ഒന്ന് ഫോർ ലൂപ്പ്, മറ്റേത് ഒന്ന് ഫോർ ലൂപ്പ്, മറ്റേത് വൈൽ ലൂപ്പ്. ഇതാണ് വൈൽ ലൂപ്പിന്റെ ഒക്കെ സിൻടാക്സ് ഞാൻ എൻ്റർ അടിക്കുമ്പോൾ സിൻടാക്സ് ഓട്ടോമാറ്റിക് വരുന്നതാണ്. പിന്നെ ഒന്ന് ഡു വൈൽ ലൂപ്പ്. ഓക്കെ, ഇതിൽ ഫോർ ലൂപ്പ് ഈസി, ഓക്കെ, എൻട്രിയും എക്സിറ്റും ഈ ആണല്ലോ അല്ലെ. എൻട്രി കൺട്രോൾ ലൂപ്പാണ്. വൈല് എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഡു വൈല് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. ഈ എൻട്രി കൺട്രോൾ ലൂപ്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ, ഇതൊരു ലൂപ്പ് ചെയ്യാന്ന് വിചാരിച്ചോ, ഇവിടെ ലൂപ്പ് ഉണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് സിൻടാക്സ് ചെയ്താൽ ഇത് ക്ലിയർ അല്ലേ? ഞാൻ ഇവിടെ സിൻടാക്സ് ചെയ്താ ഓക്കെ. ഫോർ ഇതാ, ഇപ്പൊ ഫോർ ഹൈസ്റ്റി എന്നൊരു വേരിയബിൾ ചെറുതാക്കാം, ഒരു ജിയോ അല്ല ഐ ചെയ്താ, വേണ്ട ഐ. ഓക്കെ, ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ കൗണ്ട് നമുക്ക് 10 കൊടുക്കും, ഐ പ്ലസ് പ്ലസ്. എന്നിട്ട് നമ്മളിവിടെ പ്രിന്റ് ആയി കൊടുത്ത്, അപ്പം 0, 1, 2, 3, 4, 5, 6, 7, 8, 9 എന്ന് പ്രിന്റ് ചെയ്യുമല്ലോ. ഇതാണ് ഫോർ ലൂപ്പ്. അപ്പം ഫസ്റ്റ് ഇവിടെ 0 പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നോക്കും ഐ ലെസ് ദാൻ 10 ആണോ, ആണെങ്കിൽ 0 പ്രിന്റ് ചെയ്യും, പിന്നെ ഐ പ്ലസ് പ്ലസ് ചെയ്യും, പിന്നെയും മുകളിലോട്ട് പോകും. അപ്പോൾ ഇവിടെ ഐ 2 ആയിട്ടുണ്ടാവും, അല്ല 1 ആയിട്ടുണ്ടാവും. 1 ലെസ് ദാൻ 10 ആണോ നോക്കും, 1 പ്രിന്റ് ചെയ്യും, പിന്നെ 2 ആക്കും, പിന്നെയും മുകളിലോട്ട് പോകും, 2 ലെസ് ദാൻ 10 ആണോ, അങ്ങനെ ചെക്ക് ചെയ്യും. എന്ന് വെച്ചാൽ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ തന്നെ ചെക്കിങ് ചെയ്യും. ഇത് തന്നെയാണ് വൈൽ ലൂപ്പിലും ചെയ്യാം. പക്ഷെ ഡു വൈലില് ഈ y ഈക്വൽ ടു 10 കൊടുത്തെന്ന് വിചാരിച്ചോ, ഡു വൈൽ ലൂപ്പിന്റെ സിൻടാക്സ് കാണിച്ചു തരാം.
ഇതാണ് ഡു വൈൽ ലൂപ്പിന്റെ സിന്റാക്സ്. നമ്മളിവിടെ എന്താ പറയാ ഐ ലെസ് ദാൻ 10 കൊടുത്ത് നമ്മൾ ഇവിടെ തന്നെ ഐ ഈക്വൽ ടു 10 കൊടുത്തെന്ന് വിചാരിക്കും. ഐ ഈക്വൽ ടു ഐ എന്നുള്ള വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കട്ടോ. അപ്പോൾ പ്രിന്റ് ഐ പറഞ്ഞു. ഇപ്പൊ ഐ ഈക്വൽ ടു 10 ആണ്, പക്ഷെ ഐ ലെസ് ദാൻ 10 അല്ല ഇപ്പൊ. കാരണം എന്താ, ഐ ഈക്വൽ ടു 10 ആണ്. പക്ഷേ ഇത് ഒരു പ്രാവശ്യം വർക്ക് ചെയ്യും. കാരണം എന്താ, ഇത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. കാരണം ഒരു പ്രാവശ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണല്ലോ വരിക. ഇത് ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ വരും. എന്നിട്ട് ഇത് ശരിയാണെങ്കിൽ പിന്നെ ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യും, ശരിയാണെങ്കിൽ പിന്നെ എക്സിക്യൂട്ട് ചെയ്യും, ശരിയാണെങ്കിൽ പിന്നെ എക്സിക്യൂട്ട് ചെയ്യും, തെറ്റാകുമ്പോൾ റിട്ടേൺ ചെയ്യും. അപ്പോൾ മറ്റേതൊക്കെ ഫസ്റ്റ് തന്നെ ഇങ്ങോട്ട് കയറണമെങ്കിൽ തന്നെ കണ്ടീഷൻ ശരിയാവേണ്ടിയിരുന്നു. പക്ഷെ എക്സിറ്റ് കൺട്രോളിൽ എന്ത് വേണ്ട, ഫസ്റ്റ് തന്നെ ശരിയാവേണ്ട. ഒരു പ്രാവശ്യം നമ്മളെ കണ്ടീഷൻ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ ആണോ? ഫാത്തിമാലിക്ക് ക്ലിയർ ആയോ? ഓക്കെ. എന്നാൽ നമുക്ക് നമ്മൾ ആ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു പോവാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ഒന്ന്, ഞാൻ മെസ്സേജ് കാണുന്നില്ലെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ആക്കി പറയണേ. ഓക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിലോട്ട് വരാം. ഇന്റെ ഒരു അറേന്റെ പേര് ഞാൻ ഒരു 10 നമ്പേഴ്സ് ഉള്ള ഒരു അറേ ഉണ്ട്. പിന്നെ ഒരു ഉണ്ട്, എന്തിനാ എത്ര നമ്പർ വേണമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഞാൻ പ്രിന്റ് ചെയ്ത് ചോദിക്കാണ് ഹൗ മെനി നമ്പേഴ്സ് അതൊന്ന് വെക്കണ്ടേ. ഹൗ മെനി നമ്പേഴ്സ് അതൊന്ന് ചോദിച്ചു. ഇനി എനിക്കത് സ്കാൻ ചെയ്യണം എത്ര നമ്പർ ഉണ്ടെന്ന്. %d, ആംബർസൺ നമ്മിലോട്ട് ഇൻപുട്ട് ചെയ്ത്. ഇപ്പൊ എത്ര നമ്പർ ഉള്ളത് എനിക്ക് നമ്മിൽ കിട്ടും. ഓക്കെ, ഒരു വേരിയബിളും കൂടെ വേണം, ഐ. ഓക്കെ, നമുക്ക് ഫോർ ലൂപ്പ് തന്നെ യൂസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഐ ലെസ് ദാൻ നമ്മ മതി, ഐ പ്ലസ് പ്ലസ്. ജസ്റ്റ് ഞാൻ കോഡ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എൻ്റർ. ഞാൻ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ ഇതിനകത്ത് ഫസ്റ്റിന് ST ആയിരിക്കും, സെക്കൻഡിന് ND ആയിരിക്കും, തേർഡിന് RD ആയിരിക്കും, ഫോർത്തിന് TH ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എലമെന്റ് 1 എലമെന്റ് 2 പറയുന്നുണ്ട്. എലമെന്റ് %d എന്നിട്ട് ഞാനിവിടെ എന്ത് കൊടുത്തു, I + 1 കൊടുത്ത് ഞാൻ സ്കാൻഎഫ് എഴുതി. സ്കാൻഎഫിൽ ഞാനൊരു %d കൊടുത്ത് അതിലോട്ട് നമ്മൾ A ഓഫ് I ഇൻപുട്ട് ചെയ്തു. ഈ കോഡിലെ ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു പാർട്ട് ഇനീഷ്യലൈസേഷൻ എന്ന് പറയും. ലൂപ്പിന്റെ ഇനീഷ്യലൈസേഷൻ, ലൂപ്പ് തുടങ്ങുമ്പോൾ എന്തൊക്കെ വേരിയബിൾസിന് എന്തൊക്കെ വാല്യൂ കൊടുക്കണം നമ്മളിവിടെ എഴുതിക്കും. ഇനി നമുക്ക് ഇവിടെ 2 വേരിയബിൾ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒന്ന് ഒരു ക്യാരക്ടർ ഉണ്ട് C എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിന് നമ്മൾ P വാല്യൂ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാ പിന്നെയും ഉണ്ടോ, അപ്പോൾ ഒരു H ഈക്വൽ ടു 9.0 എന്ന് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ കോമട്ട് എഴുതി കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഈ അണ്ടർലൈൻ വരുന്നത് നമ്മൾ സിയും എച്ചും ഒന്നും ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, സെമി കോളൻ ഇടുക. എന്നിട്ട് നമ്മൾ കണ്ടീഷൻ എഴുതുക. കണ്ടീഷൻ കഴിഞ്ഞാൽ നമ്മൾ സെമി കോളൻ ഇടുക. എന്നിട്ട് നമ്മൾ അപ്ഡേഷൻ എഴുതുക, അല്ലെങ്കിൽ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് അപ്ഡേഷൻ ആണ്. അപ്പോൾ എങ്ങനെ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ടൈമില്ല, ഓക്കെ സമയമുണ്ട്. ഐ ഈക്വൽ ടു 0 വർക്ക് ചെയ്യും. ഇവിടെ കോഡ് നമ്പർ ഞാൻ ഇപ്പോൾ ഇവിടെ പ്രിന്റ് ഓഫ് ഹൗ മെനി നമ്പേഴ്സ് അതെന്ന് വെച്ച് അത് ഞാൻ നമ്മളിലോട്ട് സ്കാൻ ചെയ്ത്, അതിനുശേഷം ഐ ഈക്വൽ ടു 0 എന്ന് ഈ ഫോർ ലൂപ്പ് സെറ്റ് ചെയ്ത് വെക്കും. ഇപ്പൊ ഐന്റെ വാല്യൂ 0. എന്നിട്ട് ഐ ലെസ് ദാൻ നമ്മ ആണെന്ന് നോക്കും. ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ഐ പ്ലസ് പ്ലസ് ചെയ്യും. എന്നിട്ട് പിന്നെയും ഇത് ചെക്ക് ചെയ്യും. ശരിയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പിന്നെയും ഇത് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെയും ഇവിടെ അപ്ഡേറ്റ് ചെയ്യും, പിന്നെയും ചെക്ക് ചെയ്യും, വർക്ക് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും, ചെക്ക് ചെയ്യും, വർക്ക് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും, ചെക്ക് ചെയ്ത്. അപ്പൊ തെറ്റാന്ന് വിചാരിച്ചോ, അപ്പോൾ അടുത്ത ലൈനിലോട്ടോട്ട് പോകും. ലൈൻ കഴിഞ്ഞ് ലൂപ്പിന്റെ കണ്ടീഷൻ തെറ്റി, അപ്പോൾ ലൂപ്പിന്റെ പുറത്തോട്ട് ചാടി. ഓക്കെ, ഇത്ര സാധനം നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഒരു സെറ്റിങ്സ്. അതേപോലെ ഈ ഒരു ഇതിലെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടോ?
എന്താണ് എലമെന്റ് പെർസെന്റ് എന്ന് പറഞ്ഞാൽ എലമെന്റ് 1 എലമെന്റ് 2 എന്ന് പറയും. ഇവിടെ I+1 കൊടുത്തത് എന്താ വെച്ചാൽ I0 എന്നാണ് തുടങ്ങുന്നത്. നമുക്ക് ഇൻഡെക്സ് 0 എന്നാണ് തുടങ്ങുക. അപ്പോൾ 0 1 2 3 എന്നാണ് പ്രിന്റ് ചെയ്യുക. പക്ഷെ മനുഷ്യന്മാർക്ക് കാണാൻ എൻ്റർ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ എന്നല്ല, എലമെന്റ് 1 എലമെന്റ് 2 എന്ന് കാണിക്കാനാണ് ഇവിടെ I+1 കൊടുത്തത്. ഓക്കെ, ക്ലിയർ ആണോ? ഈ ഒരു കോഡ് ക്ലിയർ ആണോ? ഈ ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ഇതുവരെ നമ്പേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയണേ. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, റിപ്പീറ്റ് ചെയ്യാം. ജസ്റ്റ് കോഡ് നോക്കിക്കോളൂ, ഞാൻ ഫോണിൽ നോക്കാം. കോഡൊന്ന് നോക്കൂ, എന്നിട്ട് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങളിങ്ങനെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഈ ഒരു സിൻടാക്സ് എനിക്ക് മനസ്സിലായെന്ന് തോന്നും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, നിങ്ങൾ മനസ്സിലാക്കിയൊക്കെ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ എന്താ പറയുക, നിങ്ങൾ അതിനോട് യൂസ് ടു ആയി, ഇത് ഇങ്ങനെയാണ് യൂസ് ചെയ്യാൻ നിങ്ങളെ മനസ്സിൽ ഉറപ്പിച്ച്. പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്തു പഠിക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് വേറെ തന്നെയാണ്. വീഡിയോ നിങ്ങൾ ഇങ്ങനെ കണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 ദിവസം കഴിയുമ്പോൾ മറന്നു പോകും. പക്ഷെ നിങ്ങൾ ചെയ്തു പഠിച്ചാൽ നിങ്ങൾക്ക് മറന്നു പോകില്ല. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പിന്നെയും അസൈൻമെന്റ്സ് ഒക്കെ എന്നും അസൈൻമെന്റ് തന്ന് ചെയ്യിക്കാൻ ഇങ്ങനെ നിർബന്ധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വീഡിയോ കേട്ടാൽ നിങ്ങൾക്ക് ഓക്കെ മനസ്സിലായെന്ന് തോന്നും. പക്ഷെ നമ്മൾ ഈ ഒരു ചെയ്ത് പഠിക്കുകയാണെങ്കിൽ സിമ്പിളാണ്. കാരണം ഫസ്റ്റ് ഡേ മുതൽ അസൈൻമെന്റ് കറക്റ്റ് ആയിട്ട് തരുന്നവർക്ക് ഇന്നിപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഇത് ക്ലിയർ ചെയ്ത് പോവാം. പക്ഷെ അസൈൻമെന്റ് ചെയ്യാത്തവർക്ക് ഇനി ഫസ്റ്റ് ഡേ പ്രിന്റ് ഓഫിന്റെ ഒക്കെ എന്താ സിൻടാക്സും മനസ്സിലായിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമല്ലേ. അപ്പോൾ അങ്ങനെ ആരും റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ. ക്ലിയർ ആണോടാ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഒന്ന് പറയോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞോ, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇൻപുട്ട് ഔട്ട്പുട്ട് കാണിക്കോ? ഓക്കെ, ഔട്ട്പുട്ട് കാണിക്കാം. ഞാൻ ഇപ്പൊ കാണിക്കണോ അല്ലെങ്കിൽ ആയിക്കോട്ടെ ഇപ്പൊ കാണിക്കാം. ഓക്കെ, ഞാൻ വേറെ ഒന്നും എഴുതിയില്ലല്ലോ കൂടുതൽ. ഇല്ല, b4.c ഇതിന് പ്രത്യേകിച്ച് ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാവില്ല, ആ നമ്പർ ഇൻപുട്ട് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. നല്ല നമുക്ക് ചെയ്യാം. b4 ഒരു മിനിറ്റ്. ഓക്കെ, ആംബസിന് ഇടണ്ടേ നമുക്ക്, ആൻഡിന് അല്ല സ്കാനഫിന്. ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് വരും കേട്ടോ, എന്താ പറയാ, മനുഷ്യന്മാരല്ലേ. അപ്പൊ നമുക്ക് കോഡ് നോക്കിയിട്ട് എന്താ മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ അറേക്ക് 10 സൈസ് ഉണ്ട്. അപ്പോൾ 10 നമ്പേഴ്സ് വരെ നമുക്ക് ഇൻപുട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 വട്ടം കൊടുത്താൽ പോരെ. എത്ര ഒരു നമ്പർ പറഞ്ഞു, 5ഓ 6ഓ 2ഓ 3ഓ അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ കാത്തിക്കുന്നില്ല, ഞാനൊരു 4 3 കൊടുക്കാം, 4 കൊടുത്ത്. അപ്പോൾ എൻ്റർ എലമെന്റ് നമ്പർ 1 ഞാൻ 78 കൊടുത്ത്. എലമെന്റ് നമ്പർ 2 ചോദിച്ചു, ഇപ്പം ഞാൻ 90 കൊടുത്ത്. കുറച്ച് സ്ലോ ആണല്ലോ. എലമെന്റ് നമ്പർ 3 ചോദിച്ചു, ഞാൻ 6 കൊടുത്ത്. എലമെന്റ് നമ്പർ 4 ചോദിച്ചു, ഞാൻ 5 കൊടുത്ത്. കഴിഞ്ഞു പ്രോഗ്രാം ഇവിടെ. ഇത് കഴിഞ്ഞാൽ എന്താ, പിന്നെ കണ്ടീഷൻ തെറ്റുമല്ലോ. കണ്ടീഷൻ തെറ്റുമ്പോൾ കാരണം ഇപ്പം അതിന്റെ വാല്യൂ എന്താ, ഈ 4 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ I++ ചെയ്യും, അതിന്റെ വാല്യൂ 5 ആവും. 5 ആകുമ്പോൾ 5 നമ്മളുള്ള വാല്യൂ എന്താ, ഇപ്പം 4 ആണ്. അപ്പം നമ്മനെക്കാട്ടും വലുതാവും. അപ്പൊ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. പിന്നെ എന്താ, പ്രിന്റ് ഓഫ് ലൈൻ 2 ലൈനിൽ പ്രിന്റ് ചെയ്യും, ഔട്ട്പുട്ട് കിട്ടി. ലൈക്ക് ഇതാണ് അതിന്റെ ഔട്ട്പുട്ട്. ഇനി നമുക്ക് നമ്പർ ഇൻപുട്ട് ചെയ്തത് പ്രിന്റ് ചെയ്യാൻ ചോദിക്കണം. ഇതുവരെ ക്ലിയർ അല്ലേ? ഇപ്പൊ ഈ ഒരു കോഡ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഔട്ട്പുട്ട് ചോദിച്ച ഹിനാസിന് മനസ്സിലായോ? യെസ്. ഓക്കെ, ഇനി നമുക്ക് ഏത് നമ്പറാണ് പ്രിന്റ് ചെയ്യേണ്ടത് ചോദിക്കാം. പ്രിന്റ് ഓഫ് വിച്ച് നമ്പർ ഡു യു വാണ്ട് ടു പ്രിന്റ്. പ്രിന്റ് എന്ന് ചോദിച്ച് ആണെങ്കിൽ ഒരു \n കൊടുക്കാം, അടുത്ത ലൈനിൽ വരാൻ. നമ്മൾ സ്കാനഫ് കൊടുത്ത് ഇപ്പൊ നമുക്ക് എന്തിലോട്ട് സ്റ്റോർ ചെയ്യാം. നമ്മൾ ഐ അവിടെ വെറുതെ കിടക്കുന്നുണ്ട്, നമുക്ക് ഐന്റെ ഉപയോഗം കഴിഞ്ഞല്ലോ. അപ്പൊ നമുക്ക് വേറെ വേരിയബിൾ അതിനായിട്ട് ഡിക്ലെയർ ചെയ്യാതെ നമുക്ക് ഐ തന്നെ യൂസ് ചെയ്യാം, കാരണം ഐന്റെ ആവശ്യം ഇപ്പൊ കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ ഐക്ക് ഈ ഒരു ഇതുവരെ ഇപ്പൊ ഐക്ക് എന്താ 4 ആയിരിക്കും വാല്യൂ. നമ്മൾ 4 ഇൻപുട്ട് ചെയ്ത്, നമ്മൾ 10 ഇൻപുട്ട് ചെയ്ത് അതിന്റെ 9 ആയിരിക്കും വാല്യൂ, അല്ല പിന്നെ 10 ആയിരിക്കും വാല്യൂ. എത്രയെന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്ത് നിർത്തുന്നത്.
പിന്നെ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ നമ്മൾ പുതിയ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ ആവും അതിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് ഐ വെച്ച് തന്നെ ചെയ്യാലോ. പ്രിന്റ് എന്താ വാല്യൂ ഈസ് സെലക്ടഡ് വാല്യൂ ഒന്നും എഴുതിയില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതുന്നുണ്ട്. പേഴ്സൻറ്റി കോമ അതിന്റെ പേര് എ ഓഫ് ഐ. ഇവിടെ എ ഓഫ് ഐ കൊടുക്കുന്നത് എന്താ, ഐ ആണ്, ഏത് നമ്പറാണ് വേണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മൾ 0 കൊടുക്കുക, നമുക്ക് ഐ -1 കൊടുക്കാം കേട്ടോ. കാരണം മനുഷ്യന്മാര് 1 എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് 0th എലമെന്റ് അല്ലേ കിട്ടണ്ടേ. നമ്മൾ മനുഷ്യന്മാർ 1 എന്ന് കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് എലമെന്റ് എന്നുള്ള മീനിങ്ങിലായിരിക്കുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ തേർഡ് എലമെന്റ് എന്ന് പറഞ്ഞപ്പോൾ എ ഓഫ് 2 അല്ലേ പ്രിന്റ് ചെയ്തേ, ആ ഒരു ലോജിക്കിൽ കേട്ടോ. ഒരു ബാക്ക് സ്ലാഷ് എന്നെ കൂടെ കൊടുക്കട്ടെ, എനിക്ക് അടുത്ത ലൈനിൽ വന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, ഹൗ മെനി നമ്പേഴ്സ് അത് ഞാൻ ജസ്റ്റ് ഒരു 3 കൊടുക്കുന്നുണ്ട് ഇൻപുട്ട് ചെയ്തിട്ട്. ഫസ്റ്റ് നമ്പർ 3, സെക്കൻഡ് നമ്പർ 5, ഫോർത്ത് നമ്പർ 1. വിച്ച് നമ്പർ ഡു വാണ്ട് ടു പ്രിന്റ്? ഏതാണ്? ഞാൻ സെക്കൻഡ് നമ്പർ കൊടുക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് 5 പ്രിന്റ് ചെയ്ത് കാണിക്കണം. വാല്യൂ ഈസ് 5. ഈ ഒരു കോഡ് ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഫോർ ലൂപ്പിനെ കുറിച്ചിട്ട്? എനിവൺ? ഈ ഒരു കോഡ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. നമുക്ക് ഇപ്പൊ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ക്ലിയർ ആവുന്ന വരെ നമുക്ക് പറയാം. നിങ്ങൾ പിന്നെ നാളെ വീഡിയോ കണ്ടു നോക്കിയിട്ട് നിൽക്കണ്ട. നിങ്ങൾ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് അപ്പൊ തന്നെ ഡൗട്ട് ക്ലിയർ ആവാനാണല്ലോ. ഓക്കെ ആണ്, എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ ആണോ? അല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറയണേ. എല്ലാവർക്കും ഒന്നുകൂടി പറയോ? ഓക്കെ, ഒന്നുകൂടെ പറയാം. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൗ മെനി നമ്പേഴ്സ് അത് എന്ന് പ്രിന്റ് ചെയ്ത് ഈ ഒരു സാധനം സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് കാണിക്കും. എന്നിട്ട് നമ്മൾ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഉണ്ട് ഇവിടെ, നമുക്ക് 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്യണേ. ഓക്കെ, നമ്പർ എന്ന് പറഞ്ഞ ഒരു വേരിയബിളോട്ട് നമ്മൾ അത് ഇൻസേർട്ട് ചെയ്തു. ഇപ്പൊ എത്ര നമ്പറാണ് വേണ്ടതെന്നുള്ള വാല്യൂ നമ്മിലാണുള്ളത്. അപ്പം ഇവിടെ 5 കൊടുത്താൽ നമ്മൾ 5 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, ലൈൻ 10ഉം 11ഉം അത് 5 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണം. എന്ത് മുതൽ? 0 മുതൽ 4 വരെ. 0, 1, 2, 3, 4. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഐ ഈക്വൽ ടു 0 എന്ന് സെറ്റ് ചെയ്ത്, അപ്പൊ ഈ ലൂപ്പിൽ കയറുമ്പോൾ ഇനീഷ്യലൈസേഷൻ ഇതൊരു പ്രാവശ്യം നടക്കുള്ളൂ. ഐ ഈക്വൽ ടു 0 എന്ന് അവിടെ സെറ്റ് ചെയ്ത് വെച്ച്, എന്നിട്ട് ഈ കണ്ടീഷൻ നോക്കി ഐ ലെസ് ദാൻ നമ്മ ആണോ? ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്ത്, ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ കഴിഞ്ഞ് നീ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇത് അപ്ഡേറ്റ് ചെയ്യും. ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ ഒന്ന് കൂട്ടാന്നാണ്. ഐ ഈക്വൽ ടു I+1 എന്നാണ് വാല്യൂ. ഇത് കേട്ടോ, ഇതിന്റെ മീനിങ് ഐ ഈക്വൽ ടു I+1 എന്നാണ് ഇതിന്റെ മീനിങ്. എന്ന് പറഞ്ഞാൽ ഐന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാം. ഇപ്പൊ അതിന്റെ വാല്യൂ എന്തായി? 1 ആയി. ചെക്ക് ചെയ്ത് കണ്ടീഷൻ ട്രൂ ആണ്, അതിന്റെ വാല്യൂ 1 ട്രൂ ആണ്. അപ്പോൾ അതിന്റെ വാല്യൂ 1 ആയി. പിന്നെ എക്സിക്യൂട്ട് ചെയ്യും എന്ത്? പ്രിന്റ്. അപ്പോൾ ഇവിടെ നമ്പർ 2 ചോദിക്കും, നമ്പർ 1ലോട്ട് ഇത് പ്രിന്റ് ചെയ്യും. നമ്പർ 3 ആവും. നമ്പറിന്റെ വാല്യൂ ഇങ്ങനെ കൂടി പോകും. അങ്ങനെ നമ്മൾ 5 കൊടുത്തു വിചാരിച്ചു. അപ്പോൾ നമ്പറിന്റെ വാല്യൂ 4 ആവും. 4 ലെസ് ദാൻ ആണ് ലാസ്റ്റ് നമ്പർ ഇൻപുട്ട് ചെയ്ത്, നമ്പറിന്റെ വാല്യൂ 5 ആവും. അപ്പോൾ 5 ലെസ് ദാൻ 5 അല്ല. അപ്പൊ എന്ത് ചെയ്യും? നേരെ ഇങ്ങോട്ട് പോരും. വിച്ച് നമ്പർ ഡു യു വാണ്ട് ടു പ്രിന്റ്? നമ്മൾ ഒരു 3 കൊടുത്തു വിചാരിച്ചോ. അപ്പൊ തേർഡ് നമ്പർ ഒരു നമ്പർ ഇൻപുട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ 3 കൊടുത്ത വാല്യൂ ഇതിലാണ് ഉണ്ടാവുക. എന്ത്? ഐയിലാണ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ith വാല്യൂ I-1th വാല്യൂ എന്ന് പറഞ്ഞാൽ 3th വാല്യൂ എവിടെ ഉണ്ടാവുക? തേർഡ് വാല്യൂ എവിടെ ഉണ്ടാവുക? ഐ ഓഫ് 2ലല്ലേ. അപ്പോൾ I-1 എന്ന് പറഞ്ഞാൽ I3 ആണ്. I-1 എന്ന് പറഞ്ഞാൽ 2 ആവും. എ ഓഫ് 2ൽ എന്താ ഉള്ളത്? തേർഡ് നമ്പർ ആണ്. തേർഡ് നമ്പർ പ്രിന്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ എൻ്റെ 2 ലൈൻ പ്രിന്റ് ചെയ്ത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ ആണോ അഫ്ന? ക്ലിയർ ആണോ? ഇനി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞോ, എക്സ്പ്ലെയിൻ ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ, എന്നാൽ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ലൈക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇനിയിപ്പോൾ ഞാൻ അടുത്ത കോഡ് എഴുതിയിട്ടാണെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, കുഴപ്പമില്ല. ഇനി നമുക്ക് എന്താ പഠിക്കണ്ടേ? ഫോർ ലൂപ്പ് നമ്മൾ പഠിച്ച്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈൽ ലൂപ്പ്. ലൂപ്പിൽ എന്താ ഉള്ളത്? ഇനിഷ്യലൈസേഷനും അപ്ഡേഷനും ഒന്നുമില്ല, കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഐ ലെസ് ദാൻ നമ്മ ആണെന്ന് മാത്രം ഒരു കണ്ടീഷൻ. ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ ശരിയാണോ പിന്നെ എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ ശരിയാണോ പിന്നെ എക്സിക്യൂട്ട് ചെയ്യും. ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കും. ഇതാണ് വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഉള്ളിലുള്ള കണ്ടീഷൻ ശരിയാവുന്നിടത്തോളം കാലം ഈ ബ്രേസസിന്, ഈ എന്താ പറയുക, കേളി ബ്രേസസിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ്
ഇങ്ങനെ എന്താ പറയാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ഈ കോഡ്സും ബ്രേസസും ഒക്കെ ചിലപ്പോൾ മാറിപ്പോട്ടോ, അത് ആ സ്പീഡ് പറയുന്നതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നു വിചാരിക്കുന്നത്. ആർക്കെങ്കിലും അപ്പോൾ പറഞ്ഞു തരാണെങ്കിൽ ഞാൻ തിരിച്ചിക്കോളാം. അപ്പോൾ ഈ ബ്രേസസിന്റെ ഉള്ളത്തെ കാര്യങ്ങൾ വർക്ക് ചെയ്യും ഈ കണ്ടീഷൻ ശരിയാവുകയാണെങ്കിൽ. ഇപ്പം ഇവിടെ എത്തിയിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ i = 1 ഇനീഷ്യലൈസേഷനും i = i+1 എന്നുള്ള അപ്ഡേഷനും ഒക്കെ നമ്മൾ എവിടെ എഴുതിയെന്ന് ആ ഒരു ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ തന്നെ എഴുതിയത്. പക്ഷെ ഇതിന് അതൊന്നും എഴുതാൻ സ്ഥലമില്ല. അപ്പൊ നമ്മൾ ഇവിടെ എഴുതാം എന്ത് i = i+1 എന്ന് എഴുതി. അപ്പൊ അതിന്റെ വാല്യൂ ഇത് എക്സിക്യൂട്ട് ചെയ്ത് അതിന്റെ വാല്യൂ ഒന്ന് കൂടി, പിന്നെ ഇവിടെ എത്തി ട്രൂ ആണ്, എക്സിക്യൂട്ട് ചെയ്ത് വാല്യൂ കൂടി, ഇവിടെ എത്തി ട്രൂ ആണ്, എക്സിക്യൂട്ട് ചെയ്ത് വാല്യൂ കൂടി, ട്രൂ ആണ്, എക്സിക്യൂട്ട് ചെയ്ത് വാല്യൂ കൂടി, ഫാൾസ് ആണ്, ലൂപ്പ് കഴിഞ്ഞ് ഇവിടെ എത്തി അടുത്ത ലൈനിലോട്ട് പോയി. എന്നിട്ട് ഇതിങ്ങനെ പ്രിന്റ് ചെയ്യും. ക്ലിയർ ആണോ? വൈൽ ലൂപ്പ് സിമ്പിൾ ആണ്. പിന്നെ ഇതിന് ഇനീഷ്യലൈസേഷൻ ഞാനിവിടെ i = 1 കൊടുക്കാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ i = 1 ഇവിടെ ഓൾറെഡി കൊടുത്തു വെച്ചുകൊണ്ടാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ i = 1 കൊടുക്കണം. ചില സ്ഥലത്ത് നമുക്ക് ഇവിടെ ഇനീഷ്യലൈസേഷൻ ഇവിടെ തന്നെ ചെയ്യേണ്ടി വരും. അവിടെ മുകളിൽ കൊടുത്തുകൊണ്ട് ഞാൻ ഒഴിവാക്കിയാണ്, ഇങ്ങനെ കൊടുക്കുന്നതാണ് ഒരു കണക്കിന് നല്ലത്. ഓക്കെ, വൈൽ ലൂപ്പ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം റൺ അല്ലേ, 4th നമ്പർ ഞാൻ 7 കൊടുത്ത്, വിച്ച് നമ്പർ യു വാണ്ട് ടു പ്രിന്റ്, ഞാൻ ഫസ്റ്റ് നമ്പർ കൊടുത്ത് എനിക്ക് 2 പ്രിന്റ് ചെയ്ത് കാണിച്ച്, ഫസ്റ്റ് നമ്പർ പ്രിന്റ് ചെയ്ത് കാണിച്ച്. ഡു വൈൽ ലൂപ്പിന്റെ സിന്റാക്സും ക്ലിയർ ആണോ? നമ്മൾ പഠിച്ച ലൂപ്സ് എന്താ ഫോറും വൈലും ഡു വൈലും എല്ലാവർക്കും ക്ലിയർ ആണോ? ഡു വൈൽ ലൂപ്പ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഇതൊരു പ്രാവശ്യം വർക്ക് ചെയ്യും, എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും, പിന്നെ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ബാക്കി കണ്ടീഷൻസ് ഒക്കെ എങ്ങനെയാ, ബാക്കി ലൂപ്സ് എങ്ങനെയാ, കണ്ടീഷൻ ശരിയാണോ എങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ ശരിയാണോ എക്സിക്യൂട്ട് ചെയ്യും, അങ്ങനെ. പക്ഷെ ഡു വൈൽ ലൂപ്പ് ഒരു പ്രാവശ്യം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എക്സിക്യൂട്ട് ചെയ്യും, രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം ഒക്കെ ശരിയാണെങ്കിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ i = 0 കൊടുത്ത്. എന്നിട്ട് നമ്മൾ ഇവിടെ വൈൽ i <= 0 എന്ന് കൊടുത്തു. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ i 0 ആകുമ്പോൾ 0 <0 അല്ലല്ലോ. അപ്പം ഈ ലൂപ്പ് ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു പ്രാവശ്യം കണ്ടീഷൻ, ഇതിപ്പോ കണ്ടീഷൻ തെറ്റല്ലേ, 0 <0 എന്നല്ല, പക്ഷെ ഒരു പ്രാവശ്യം ഈ കണ്ടീഷൻ തെറ്റാണെങ്കിലും ലൂപ്പ് ഒരു പ്രാവശ്യം റൺ ചെയ്യും. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ എന്ന് ചോദിച്ചു, ഞാൻ 0 കൊടുത്ത്. അപ്പൊ ഞാൻ 0 കൊടുത്ത അതിന്റെ അർത്ഥം എന്താ, ഈ ഒരു സംഭവം വർക്ക് ചെയ്യാനേ പാടില്ല. കാരണം 0 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇൻപുട്ട് ഫസ്റ്റ് നമ്പർ എന്ന് പറയാൻ പറ്റൂലല്ലോ. പക്ഷെ ഇവിടെ നോക്ക്, എന്റെ ഫസ്റ്റ് എലമെന്റ് എന്ന് ചോദിച്ചു, അത് കഴിഞ്ഞ് ഞാനൊരു നമ്പർ ഇൻപുട്ട് ചെയ്തപ്പോൾ പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്ത്, അപ്പൊ കണ്ടീഷൻ തെറ്റാന്ന് മനസ്സിലായി, പിന്നെ അത് വർക്ക് ചെയ്യാൻ പോലും നേരെ പുറത്തോട്ട് ചാടും. എന്ന് പറഞ്ഞാൽ ശരിയാണെങ്കിലും കണ്ടീഷൻ ട്രൂ ആണെങ്കിലും ഫാൾസ് ആണെങ്കിലും ഡു വൈൽ ലൂപ്പ് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. കാരണം ഡു കഴിഞ്ഞിട്ടാണ് വൈൽ വരുന്നത്. ചെയ്യുക പിന്നെ ചെക്ക് ചെയ്യുക എന്നാണ് ഇതിന്റെ സിന്റാക്സിന് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. ഈ ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യുക കുറച്ച് ഈ ചിപ്പ് ലെവൽ പ്രോഗ്രാമിംഗ് ബേസ്ഡ് ആയിട്ട് ചില കാര്യങ്ങളുണ്ടാവും. കാരണം ഈ ഒരു ഇതിന്റെ ഇനീഷ്യലൈസേഷനും റോബോട്ടിക്സിലൊക്കെ ഇനീഷ്യലൈസേഷനും കാര്യങ്ങളൊക്കെ ഒരു പ്രാവശ്യം എന്തായാലും നോക്കേണ്ടി വരും, പിന്നെ ചെക്ക് ചെയ്യണം. അങ്ങനത്തെ കണ്ടീഷൻ നമ്മൾ കോഡിങ്ങിൽ ഈ ഡു വൈൽ ലൂപ്പ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുള്ളൂ. ഒരുവിധം കോഡിങ്ങിനൊക്കെ നമ്മൾ ഫോർ ലൂപ്പ് ഇട്ടിട്ടാണ് ചെയ്യുക. ഡു വൈൽ ലൂപ്പ് ഒന്നും ഞാൻ ഇതുവരെ പ്രൊഡക്ഷനിൽ ഒരു ഡു വൈൽ ലൂപ്പ് കണ്ടിട്ടില്ല. കാരണം ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ സിന്റാക്സിൽ ഒരു സാധനം ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മളത് പഠിപ്പിക്കുന്നു, അത് നമ്മൾ ഉപയോഗിക്കുന്നു അക്കാഡമിക് പേർപ്പസിൽ, അത്രേ ഉള്ളൂ. ഈ ഡു വൈൽ ലൂപ്പ് ക്ലിയർ ആയിണോ? ഇപ്പോൾ ഡു എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ശരിയാണെങ്കിൽ ശരിയാവുന്നിടത്തോളം കാലം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കും. തെറ്റാണെങ്കിലും എന്താ എക്സിക്യൂട്ട് ചെയ്യില്ല, ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ തെറ്റാണോ പുറത്തോട്ട് ചാടും എന്നാണ് ഡു വൈൽ ലൂപ്പിന്റെ സിന്റാക്സ്. ക്ലിയർ ആണോ? ഇനി എക്സ്പ്ലെയിൻ ചെയ്യണോ ഞാൻ? ഹലോ, വോയിസ് കേൾക്കാത്ത പ്രശ്നമില്ലല്ലോ? ഓക്കെ, കേൾക്കുന്നുണ്ട്. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഈ ലൂപ്സ് ഡു ഫോർ ഡു വൈല് വൈല്, ഫോർ ലൂപ്പ് വൈൽ ലൂപ്പ് ഡു വൈൽ ലൂപ്പ്,
ഇതിൽ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും എൻട്രി കൺട്രോൾ ആണ്, ഡു വൈൽ എക്സിറ്റ് കൺട്രോൾ ആണ്. എക്സിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലായില്ലേ, ഒരു പ്രാവശ്യം വർക്ക് ചെയ്യും എന്നിട്ട് ലൂപ്പ് എക്സിറ്റ് ചെയ്യാൻ നേരത്താണ്, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതാണ് എക്സിറ്റ് കൺട്രോൾ. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. മറ്റത് ചെയ്യാൻ തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെയാണ്, എൻട്രി ലെവലിലാണ്, ലൂപ്പിന്റെ എൻട്രി ഭാഗത്താണ് കൺട്രോൾ വരുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് ഇഫിനും എൽസിനും ഒക്കെ എന്ത് ചെയ്യുക, ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം ഉള്ളെങ്കിൽ നമുക്ക് ഈ ഒരു കേളി ബ്രേസസ് ഇല്ലാതെ വർക്ക് ചെയ്യിപ്പിക്കാണ്. അത് തന്നെ എന്തിലും കറക്റ്റ് ആണ്, ലൂപ്പിനും കറക്റ്റ് ആണ്. നമുക്ക് ഇവിടെ നോക്കാം. ഹൗ മെനി നമ്പേഴ്സ് ഡു യു വാണ്ട് ടു പ്രിന്റ് എന്ന് ചോദിക്കാതെ ഞാൻ ജസ്റ്റ് ഫോർ ലൂപ്പ് ഇട്ടിട്ട് ഇതിന് ഞാൻ ഈ വൈൽ ഓക്കെ, ഈ വൈൽ മാറ്റി ഡു വൈൽ ലൂപ്പ് മാറ്റി ഞാൻ വൈലാക്കാം. ഓക്കെ, വൈലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് വൈൽ മതി ഇപ്പോൾ. ഓക്കെ, വൈൽ ലൂപ്പിൽ നമ്മൾ കണ്ടീഷൻ കൊടുക്കുക എന്ത്, ഐ ലെസ് ദാൻ നം. ഇപ്പൊ പ്രിന്റ് ചെയ്തോളൂല്ലോ, എത്ര നമ്പർ ആണെന്ന് വെച്ചാൽ അത്ര നമ്പർ സ്കാൻ ചെയ്തോളൂ. ഇനി നമുക്ക് ഇൻപുട്ട് ചെയ്ത അറേ പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ, പ്രിന്റ് ഓഫ് എലമെന്റ്സ് ആർ, ഒരു നെക്സ്റ്റ് ലൈനിലോട്ടോ അടുത്ത ലൈനിൽ പോട്ടെ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ലൂപ്പിൽ പിന്നെയും വർക്ക് ചെയ്യണം. എന്ത്, പിന്നെയും ഐ ഈക്വൽ ടു 0 ആക്കി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം ഐ പ്ലസ് പ്ലസ് ഇവിടെ പ്രിന്റ് ചെയ്യണം. എന്ത്, ജസ്റ്റ് ഒരു ലൈൻ എടുത്ത് എന്നിട്ട് ഒരു നമ്പർ പ്രിന്റ് ചെയ്ത്, ഓരോ നമ്പർ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഓരോ നമ്പേഴ്സും പ്രിന്റ് ചെയ്ത്. ഈ ഒരു കോഡ് മനസ്സിലായില്ല എല്ലാവർക്കും? പ്രിന്റ് ഓഫ് ഹൗ മെനി നമ്പേഴ്സ് അതെന്ന് വെച്ച് എത്ര നമ്പർ ഉണ്ടെന്ന് നമ്മൾ സ്റ്റോർ ചെയ്ത്, എന്നിട്ട് നമ്മൾ അത്രക്കും നമ്പേഴ്സ് നമ്മൾ ഇൻപുട്ട് ചെയ്തതിന് ശേഷം എലിമെന്റ്സ് ആർന്ന് പ്രിന്റ് ചെയ്ത്, എന്നിട്ട് 0 മുതൽ എലിമെന്റ്സ് എന്ന് വെച്ചാൽ ആ ഫസ്റ്റ് അസെൻഡിങ് മോഡിൽ ആ നമ്പേഴ്സ് ഓരോ ലൈനിൽ പ്രിന്റ് ചെയ്ത്. ക്ലിയർ അല്ലേ? പ്രോഗ്രാം ക്ലിയർ ആണോ? നിങ്ങൾ റിപ്ലൈ എന്നോട്, ഞാൻ ഇത് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഹൗ മെനി നമ്പേഴ്സ് അതെന്ന് വെക്കുന്നുണ്ട്. ഞാനൊരു 4 കൊടുക്കാം. ഫസ്റ്റ് എലമെന്റ് 90, second number 78, third number 54, fourth number 32. Okay, elements are 90, 48, 54, 32. ഈ ഒരു പ്രോഗ്രാം ക്ലിയർ അല്ലേ? ഒന്ന് പറയോ, അല്ലെങ്കിൽ ക്ലിയർ ആണോ, മനസ്സിലായിട്ടുണ്ടോ എന്ന് പറയോ? ആരെങ്കിലും ക്ലിയർ ആയില്ല? ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? ലൈൻ 15 വരെ നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്. ഹൗ മെനി നമ്പേഴ്സ് അതെന്ന് ചോദിച്ച് എത്ര നമ്പർ ഉണ്ട് നമ്മൾ നമ്പറിൽ സ്റ്റോർ ചെയ്ത് ഐ 0 ആക്കി, ഐ ലെസ് ദാൻ നം ആയിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഇൻപുട്ട് ചെയ്തുകൊണ്ട് നിന്ന് ഐ പ്ലസ് പ്ലസ് ഒന്ന് ആക്കിയിട്ട്, അപ്പൊ ആദ്യം 0 ഇൻപുട്ട് ചെയ്ത്, 1 ഇൻപുട്ട് ചെയ്ത്, 2 ഇൻപുട്ട് ചെയ്ത്, അങ്ങനെ നം ആവുന്നവരെ ഇൻപുട്ട് ചെയ്ത്. ഇപ്പൊ 5 കൊടുത്ത 5 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം എലമെന്റ്സ് ആർന്ന് പ്രിന്റ് ചെയ്ത്, പ്രിന്റ് ഓഫിൽ. പിന്നെ ഈ ഫോർ ലൂപ്പാണ്. ഫോർ ലൂപ്പ് എന്താ പറയുന്നത്, ഇനീഷ്യലൈസേഷൻ ഐ ഈക്വൽ ടു 0 ആക്കി സെറ്റ് ചെയ്ത്, ഐ ലെസ് ദാൻ നം ആണെന്ന് വെച്ചാൽ 0 ലെസ് ദാൻ നം ആണ്. അപ്പൊ ഇത് പ്രിന്റ് ചെയ്തിട്ട് ഐ പ്ലസ് പ്ലസ് ചെയ്ത്, ഐ പ്ലസ് പ്ലസ് പറഞ്ഞാൽ എന്താണ്, അതിന്റെ വാല്യൂ 0 ഉള്ളത് 1 ആക്കി ചെക്ക് ചെയ്ത്, 1 ലെസ് ദാൻ 5 ആണ്, അപ്പോൾ പിന്നെയും പ്രിന്റ് ചെയ്ത്, പിന്നെയും അപ്ഡേറ്റ് ചെയ്ത്, പിന്നെയും പ്രിന്റ് ചെയ്ത്, അങ്ങനെ എന്താ 4 നമ്പേഴ്സ് അല്ലേ, അപ്പോൾ ഐ 4 ആവുമ്പോൾ എന്ത് ചെയ്യും, 4 ലെസ് ദാൻ 4 ആണോ? അല്ല, അപ്പൊ എക്സിക്യൂട്ട് ചെയ്ത്, എന്താ ഈ പ്രിന്റ് ഓഫ് എക്സിക്യൂട്ട് ചെയ്ത്, റിട്ടേൺ എക്സിക്യൂട്ട് ചെയ്ത്, അപ്പൊ നമുക്ക് ഈ 4 എലമെന്റ്സ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടി. ക്ലിയർ ആണോ? ഇപ്പോൾ ഒന്നുകൂടെ, ഓക്കെ, ഒന്നുകൂടെ പറയാം. അല്ല, ഒന്നുകൂടെ, ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു, എൻ്റെ ചാറ്റ് പോയിണോ? ഓക്കെ, ഞാൻ എന്തായാലും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് എ എന്ന് പറഞ്ഞിട്ടൊരു അറേ ഉണ്ട്, 10 സൈസുള്ള. നമുക്ക് 100, 1000 എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടോ. പിന്നെ ഒരു നം ഉണ്ട്, നം 0 എന്നുള്ള സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഐക്ക് 0 എന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൗ മെനി നമ്പേഴ്സ് അത് എന്ന് ചോദിച്ചു, എന്നിട്ട് നമ്മൾ ആ നമ്പേഴ്സ് സ്കാൻ ചെയ്ത്, ഇപ്പൊ ഞാൻ 10 നമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മിന്റെ വാല്യൂ 10 ആയിരിക്കും. ഓക്കെ, അപ്പൊ എത്ര വാല്യൂസ് ഉണ്ടെന്ന് നമ്മിലുണ്ടാവും. ഐ ഈക്വൽ ടു 0 ആക്കി സെറ്റ് ചെയ്ത്, അതിനുശേഷം ഐ ലെസ് ദാൻ നം
എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10, ഈ കേസിൽ 10 i ലെസ് ദാൻ 10 ആവുന്നിടത്തോളം കാലം ഇൻപുട്ട് ചെയ്യുക എന്ത് എൻ്റർ എലമെന്റ് 0, എലമെന്റ് 1, എൻ്റർ എലമെന്റ് 2, എൻ്റർ എലമെന്റ് 3, എൻ്റർ എലമെന്റ് 4, അങ്ങനെ എൻ്റർ എലമെന്റ് 10 ആവും. അപ്പോൾ പ്രിന്റ് ചെയ്ത് പിന്നെ അതിന്റെ വാല്യൂ 10 ആയി. അപ്പോൾ 10 ലെസ് ദാൻ 10 അല്ല, അപ്പോൾ ഇങ്ങോട്ട് പോയി എലമെന്റ്സ് ആർന്ന് പ്രിന്റ് ചെയ്ത് എന്നിട്ട് i ഈക്വൽ ടു 0 സെറ്റ് ആക്കി. i ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മിന് വാല്യൂ 10, i പ്ലസ് പ്ലസ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് പ്രിന്റ് എന്താ %d എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ പ്രിന്റ് ചെയ്യണം. നമ്പർ എന്താ a of i. ഇപ്പോൾ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് എക്സിക്യൂട്ട് ചെയ്ത് a of 0 i പ്ലസ് പ്ലസ് ചെയ്ത് അപ്പോൾ അതിന്റെ വാല്യൂ 1 ആയി. അപ്പോൾ a of 1 പ്രിന്റ് ചെയ്ത്, a of 2 പ്രിന്റ് ചെയ്ത്, a of 3 പ്രിന്റ് ചെയ്ത്, അങ്ങനെ a of 8 പ്രിന്റ് ചെയ്ത് i പ്ലസ് പ്ലസ് a of 9 ആയി. a of 9 പ്രിന്റ് ചെയ്ത് അതിന്റെ വാല്യൂ 10 ആയി. 10 ആകുമ്പോൾ ചെക്ക് ചെയ്യും 10 ലെസ് ദാൻ 10 തെറ്റി. അപ്പോൾ i of 0 മുതൽ i of 9 വരെ എന്ന് വെച്ചാൽ 10 എലമെന്റ്സ് പ്രിന്റ് ചെയ്ത് കഴിയും. പിന്നെ നമുക്ക് 2 ലൈൻ പ്രിന്റ് ചെയ്ത് റിട്ടേൺ ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ, ഇതാണ് പ്രോഗ്രാം കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ ഇനി നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഇഫിന് പറഞ്ഞ നമ്മൾ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഉള്ളെങ്കിൽ നമുക്ക് കോഡ്സ് യൂസ് ചെയ്യണ്ടാന്ന്, അല്ല ബ്രേസസ് യൂസ് ചെയ്യണ്ട, കേളി ബ്രേസസ്. ഫോറിന് യൂസ് ചെയ്യണ്ട. ഇതിപ്പോ ഫോറിന് ബ്രേസസ് ഒന്നുമില്ല. കാരണം എന്താ, ഫോറിന് ഈ ഫോർ ലൂപ്പ് ശരിയാണെങ്കിൽ ഒറ്റ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളൂ. പക്ഷെ ഇവിടെ വൈൽ ലൂപ്പിനും വേണ്ട. പക്ഷെ വൈൽ ലൂപ്പിന് 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ നിർബന്ധമായിട്ട് നമ്മൾ ബ്രേസസ് കൊടുക്കണം. പക്ഷെ ഈ ഒരു ഫോർ ലൂപ്പിന് ഒറ്റ കേളി ബ്രേസസ് ഉള്ളൂ, അല്ല ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ. അപ്പൊ നമ്മൾ കേളി ബ്രേസസ് കൊടുക്കാതെ വർക്ക് ചെയ്യിപ്പിക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പൈൽ ചെയ്യാം, എന്നിട്ട് റൺ അയക്കാം. ഹൗ മെനി നമ്പേഴ്സ് അത് ഞാൻ ജസ്റ്റ് 2 കൊടുക്കുന്നുള്ളേ, നമുക്ക് ഇൻപുട്ട് ചെയ്ത് സമയം പോകണ്ടല്ലോ. ഒരു 3ഉം ഒരു 6ഉം കൊടുത്ത് എലമെന്റ്സ് ആർ 3, 6 പ്രിന്റ് ചെയ്തല്ലോ. അപ്പോൾ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണ്ട, ഈ ബ്രേസസ് കൊടുക്കണ്ട. ഇനി ഞാൻ ബ്രേസസ് ഇല്ലാതെ ഞാനൊരു ഇത് കൊടുത്തേ, ഇതിനകത്ത് ഞാനൊരു ഹലോ എന്ന് കൊടുത്തേ. ഇപ്പൊ എന്താ നടക്കുക എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താ ഔട്ട്പുട്ട് കിട്ടാന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ഓക്കെ, ഞാൻ ചോദിച്ചു നിൽക്കുന്നില്ല, നമുക്ക് ടൈം കളയണ്ടല്ലോ. ഓക്കെ, ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് കണ്ടറിയാം. നമ്മൾ വിചാരിക്കും എന്ത്, നമുക്കിപ്പോ ഫസ്റ്റത്തെ നമ്പർ പ്രിന്റ് ചെയ്ത് ഹലോ പ്രിന്റ് ചെയ്യണം, അടുത്ത നമ്പർ പ്രിന്റ് ചെയ്ത് ഹലോ പ്രിന്റ് ചെയ്യണം, അങ്ങനെ 10 ഹലോ പ്രിന്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ കുറെ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവുക. കുറെ ആൾക്കാർ വേറെ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവുക. നമുക്ക് എന്താ നടക്കാൻ നോക്കാം. ഹൗ മെനി നമ്പേഴ്സ് അത്? ഞാനൊരു 3 കൊടുത്ത്, ഫസ്റ്റ് എലമെന്റ് 5, സെക്കൻഡ് എലമെന്റ് 8, തേർഡ് എലമെന്റ് 4. പക്ഷെ എന്താ പ്രിന്റ് ആയത്? 5ഉം 8ഉം 4ഉം പ്രിന്റ് ചെയ്ത്, പിന്നെ ഹലോ പ്രിന്റ് ചെയ്ത്. എന്ന് വെച്ചാൽ എന്താ, ഈ ഫോർ ലൂപ്പിന് നമ്മൾ ബ്രേസസ് ഇട്ടിട്ടില്ല. അപ്പം ഈ കോഡ് ഇട്ടിട്ട് എന്താ മനസ്സിലാക്കുക, ഇങ്ങനെ എന്താ, ഈ ഒരു ഫോർ ലൂപ്പിന് ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ, അതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിയും. ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് പോവുക. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് 2 സ്റ്റേറ്റ്മെന്റ്, ഇപ്പൊ 5 ഹലോ, ഇത് ഹലോ, അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിലോ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കട്ടോ. നിങ്ങൾക്ക് ഇത് ഈ 2 ലൈനും നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യിക്കണം. ഫസ്റ്റത്തെ നമ്പർ ഹലോ, സെക്കൻഡത്തെ നമ്പർ ഹലോ, അങ്ങനെ വേണമെങ്കിലോ നമ്മളിവിടെ കോഡ്സ് ഇടുക, അല്ല നമുക്കിവിടെ ബ്രേസസ് ഇടുക, ഇവിടെ ബ്രേസസ് ക്ലോസ് ചെയ്താൽ മതി. ഇപ്പൊ കണ്ടീഷൻ ശരിയാവുന്നിടത്തോളം ലൂപ്പിന്റെ അകത്ത് 2 സ്റ്റേറ്റ്മെന്റ് വന്നു. അപ്പൊ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ മറ്റേ എന്താ ബ്രേസസ് യൂസ് ചെയ്യേണ്ട. കുറെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു സംഭവം യൂസ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. ജസ്റ്റ് നമുക്ക് നമ്പേഴ്സ് ഒന്ന് നോക്കാം. 24, 56, 34. കണ്ടോ? 24 ഹലോ, 56 ഹലോ, 36 ഹലോ. കാരണം നമ്മൾ ഇങ്ങനെയാണ് കൊടുത്തത്, കാരണം ലൂപ്പിന്റെ അകത്ത് കൊടുത്ത്. ഈ ഒരു ബ്രേസസ് ഒഴിവാക്കിയാലോ ലൂപ്പിന് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഉള്ളതായിട്ട് കണക്കാക്കുള്ളൂ. അപ്പൊ ലൂപ്പ് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇത്ര കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയോ? ഇന്നെടുത്ത കാര്യങ്ങളെല്ലാം ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ക്ലിയർ എന്ന് പറഞ്ഞോളൂ. ഏതെങ്കിലും സംഭവം ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ. ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനെങ്കിലും ആണോ നമ്മളിന്ന് പഠിച്ചത്? ഇഫ് എൽസിന് നമ്മൾക്ക് ഈ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ എന്താ പറയാ, ബ്രേസസ് യൂസ് ചെയ്യേണ്ടെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ ലൂപ്സ് പഠിച്ചു, ലൂപ്സിന്റെ ആവശ്യകത പഠിച്ചു, ഫോർ ലൂപ്പ് പഠിച്ചു, വൈൽ ലൂപ്പ് പഠിച്ചു, ഡു വൈൽ ലൂപ്പ് പഠിച്ചു. പിന്നെ നമ്മൾ ടെർണറി ഓപ്പറേറ്റർ പഠിച്ചു, കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് അതിന് പേരുണ്ടെന്ന് പറഞ്ഞു. ഇത്ര സംഭവം എല്ലാവർക്കും ക്ലിയർ ആണോ?
ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ക്ലിയർ എന്ന് പറയണേ. എല്ലാവരും ഒരു 5-10 ആണെങ്കിലും. യെസ്, ഓക്കെ, ക്ലിയർ ആണ്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തായാലും നിർബന്ധമായിട്ടും ഇതിൻ്റെ അസൈൻമെന്റ് നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കണേ. കാരണം എന്താ പറയുക, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് വൃത്തിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അസൈൻമെന്റ് ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ അസൈൻമെന്റിൽ തന്നെ എന്താ പറയുക, എല്ലായിടത്തും ഒരു 1-2 മണിക്കൂറിനുള്ളിൽ ഗ്രേഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡ്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ പോസ്റ്റ് ചെയ്തൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടെങ്ങാനോ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേഡ്സ് ഫുൾ മാർക്ക് ഇല്ല, അപ്പോൾ എത്ര മാർക്ക് കുറവുള്ളതെന്ന് നോക്കണ്ട. ഇപ്പൊ നിങ്ങൾക്ക് 10 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾക്ക് 9 ആണെങ്കിൽ നിങ്ങൾ കോഡിൽ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ മെസ്സേജ് അയച്ചു നോക്കിക്കോ, എന്താ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഫുൾ മാർക്ക് കിട്ടിയവരാണെങ്കിൽ നിങ്ങളുടെ കോഡ് അത്യാവശ്യം ഓക്കെ ആണ്. ഇറർ ഉണ്ട് എന്നല്ല കേട്ടോ, നിങ്ങൾക്ക് മാർക്ക് കിട്ടിയെങ്കിൽ നിങ്ങളെ പ്രോഗ്രാം വർക്കിംഗ് ആണ്, സിൻടാക്സ് കറക്റ്റ് ആണ്, ലോജിക്ക് കറക്റ്റ് ആണ്. അല്ലാത്തത് നമ്മൾ മെസ്സേജ് അയച്ചിട്ട് പിന്നെ കുഴപ്പമുണ്ട് ഇത് കുഴപ്പമുണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഫുൾ മാർക്ക് ഇല്ല എന്നുള്ളതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ഇന്ന കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞുതരും. ഓക്കെ, ഇത്ര കാര്യം ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്ന് എടുത്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് തോന്നുന്നു. അസൈൻമെന്റ്സ് ഒക്കെ എല്ലാവരും ചെയ്യാം. ഇന്നിപ്പോൾ ഇത്ര സമയം മതി. ഇനി നമുക്ക് നാളെയും മറ്റന്നാളെയും ക്ലാസ് എടുത്തോണ്ട് നമ്മളെ സംഭവം വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ആർക്കും ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ എല്ലാവരും ലീവ് ചെയ്തോളൂ.